പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 3-ാമത്തെ അധ്യായം, 2 ശരീരങ്ങളോട് കൂടിയ പുണ്യാത്മാവ്. അച്ഛാ, ഞാൻ സ്വമേധയാ തിരിച്ചു വരാമെന്ന് വാക്ക് തന്നാൽ വാരണാസിയിലേക്ക് ഒരു വിനോദയാത്ര പോകാൻ എന്നെ അനുവദിക്കാമോ? എൻ്റെ അതിയായ യാത്രാപ്രേമത്തെ അച്ഛൻ ഒരിക്കലും എതിർത്തിരുന്നില്ല. ഞാൻ വെറുമൊരു ബാലനായിരുന്നപ്പോൾ പോലും പല നഗരങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ അദ്ദേഹം എന്നെ അനുവദിച്ചു. സാധാരണയായി 1 അതിലധികമോ സ്നേഹിതർ എന്നോടൊപ്പം വന്നിരുന്നു. അച്ഛൻ നൽകുന്ന 1-ാം ക്ലാസ് പാസ് കൊണ്ട് ഞങ്ങൾ സുഖമായി യാത്ര ചെയ്തിരുന്നു. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്ന അച്ഛൻ്റെ പദവി വീട്ടിലെ യാത്രാപ്രിയന്മാർക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എൻ്റെ അപേക്ഷയ്ക്ക് അർഹിക്കുന്ന പരിഗണന നൽകാമെന്ന് അച്ഛനേറ്റു. അടുത്ത ദിവസം അദ്ദേഹം എന്നെ വിളിച്ച് ബറേലിയിൽ നിന്ന് വാരണാസി വരെ പോയി വരാനുള്ള പാസും കുറേ പണവും 2 കത്തുകളും എടുത്തു നീട്ടി. വാരണാസിയിലെ ഒരു സ്നേഹിതൻ കേദാരനാഥ ബാബുവിൻ്റെ അടുത്ത് എനിക്കൊരു ബിസിനസ് നിർദ്ദേശം വയ്ക്കാനുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വിലാസം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങൾ 2 പേരുടെയും സ്നേഹിതനായ സ്വാമി പ്രണവാനന്ദനിലൂടെ ഈ കത്ത് അദ്ദേഹത്തിന് എത്തിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ഒരേ ഗുരുനാഥൻ്റെ ശിഷ്യരാണ്. ആ സ്വാമി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു ശ്രേഷ്ഠമായ നില കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പർക്കം നിനക്കും ഗുണം ചെയ്യും. ഈ 2-ാമത്തെ കത്ത് നിന്നെ പരിചയപ്പെടുത്താൻ ഉതകും. ഇനി വീട് വിട്ടിട്ടുള്ള ഓട്ടം മതിയാക്കണം കേട്ടോ എന്ന് കൂട്ടിച്ചേർത്തപ്പോൾ അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി തിളങ്ങി. ഒരു 12-കാരൻ്റെ ഉത്സാഹത്തോടെ ഞാൻ ഇറങ്ങിത്തിരിച്ചു. പുതിയ സ്ഥലങ്ങളിലും അപരിചിത മുഖങ്ങളിലുമുള്ള എൻ്റെ ആഹ്ലാദം കാലം ഒട്ടും കുറച്ചിട്ടില്ല. വാരണാസിയിലെത്തിയ ഉടനെ ഞാൻ സ്വാമിയുടെ വീട്ടിലേക്ക് തിരിച്ചു. മുൻവശത്തെ വാതിൽ തുറന്നിരുന്നു. 2-ാം നിലയിൽ വലിയ ഹാൾ പോലുള്ള ഒരു മുറിയിലേക്ക് ഞാൻ കയറി ചെന്നു. അല്പം ഉയർന്ന ഒരു ചെറിയ വേദിയിൽ ഒരുവിധം തടിച്ച ഒറ്റമുണ്ട് മാത്രം ധരിച്ച ഒരു ദേഹം പത്മാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയും ചുളിവ് വീഴാത്ത മുഖവും വെടിപ്പായി ക്ഷൗരം ചെയ്തിരുന്നു. പരമാനന്ദത്തിൻ്റെ മന്ദസ്മേരം ആ മുഖത്ത് കളിയാടി. വിളിക്കാതെ കടന്നു വന്നു എന്നുള്ള എൻ്റെ ചിന്ത അകറ്റാനായി ഒരു പഴയ സുഹൃത്തിനെ എന്ന വണ്ണം അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തു. ബാബ ആനന്ദ്, ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിലായിരുന്നു ഹൃദയപൂർവ്വമായ ആ സ്വാഗതം. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു. അങ്ങാണോ സ്വാമി പ്രണവാനന്ദൻ? അദ്ദേഹം തലയാട്ടി. നീ ഭഗവതിയുടെ മകനാണോ? അച്ഛൻ്റെ കത്ത് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ സമയം കിട്ടും മുൻപേ അദ്ദേഹം ആരാഞ്ഞു. ഏറെക്കുറെ അനാവശ്യമായി തീർന്ന പരിചയപ്പെടുത്തൽ സന്ദേശം ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തിന് നൽകി. തീർച്ചയായും നിനക്ക് വേണ്ടി കേദാരനാഥ ബാബുവിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. തൻ്റെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് അദ്ദേഹം എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അദ്ദേഹം കത്ത് ഓടിച്ചു നോക്കിയിട്ട് അച്ഛനെപ്പറ്റി സ്നേഹപൂർണമായ ചില പരാമർശങ്ങൾ നടത്തി. നിനക്കറിയുമോ, ഞാൻ 2 പെൻഷൻ അനുഭവിക്കുന്നു. ഒന്ന് നിൻ്റെ പിതാവിന് വേണ്ടി റെയിൽവേയിൽ ജോലി ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം ലഭിച്ചത്. മറ്റേത് സ്വർഗപിതാവിൻ്റെ കാരുണ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ ലൗകിക കർത്തവ്യങ്ങൾ മനസാക്ഷിയോടെ ചെയ്തു തീർത്തതിന്. ഈ പ്രസ്താവന എനിക്ക് തീരെ അസ്പഷ്ടമായി തോന്നി. അങ്ങയ്ക്ക് എങ്ങനെയുള്ള പെൻഷനാണ് ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്നത്? അങ്ങയുടെ മടിയിൽ അദ്ദേഹം പണം ഇട്ടു തരുമോ? അദ്ദേഹം ചിരിച്ചു. എത്രയോ വർഷത്തെ അഗാധമായ ജ്ഞാനത്തിൻ്റെ പ്രതിഫലമായ അളവറ്റ പ്രശാന്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പണം കൊതിക്കുന്നില്ല. എൻ്റെ അല്പം ചില ലൗകിക ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടവണ്ണം നിറവേറ്റപ്പെടുന്നുണ്ട്. 2-ാമത്തെ പെൻഷൻ്റെ പ്രാധാന്യം നിനക്ക് പിന്നീട് മനസ്സിലാകും. പെട്ടെന്ന് ഞങ്ങളുടെ സംഭാഷണം നിർത്തിയിട്ട് അദ്ദേഹം ഗൗരവഭാവത്തിൽ നിശ്ചലനായിരുന്നു. ദുരൂഹതയുടെ ഒരു പരിവേഷം അദ്ദേഹത്തെ പൊതിഞ്ഞു. താൽപ്പര്യമുള്ള എന്തോ നിരീക്ഷിക്കുന്നത് പോലെ ആ കണ്ണുകൾ ആദ്യം മിന്നിത്തെളിഞ്ഞു. പിന്നീട് അവയുടെ തിളക്കം മങ്ങി. അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ എനിക്ക് അമ്പരപ്പ് തോന്നി. അച്ഛൻ്റെ സുഹൃത്തിനെ എങ്ങനെ കാണുമെന്ന് ഇനിയും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ 2 ആൾ ഒഴിച്ചാൽ ശൂന്യമായ മുറിയിൽ ചുറ്റുപാടും ഒരൽപ്പം അസ്വസ്ഥനായി ഞാൻ കണ്ണോടിച്ചു. എൻ്റെ അലസമായ നോട്ടം വേദിയുടെ അടിയിൽ കിടന്ന അദ്ദേഹത്തിൻ്റെ തടി കൊണ്ടുള്ള മെതിയടിയിൽ പതിഞ്ഞു.
ചോട്ടാ മഹാശയ, വിഷമിക്കേണ്ട. നിനക്ക് കാണേണ്ടയാൾ അരമണിക്കൂറിനകം നിന്റെ അടുത്ത് എത്തും. ആ യോഗി എൻ്റെ മനസ്സ് വായിക്കുകയായിരുന്നു. ഇപ്പോൾ അത്ര പ്രയാസമൊന്നുമില്ലാത്ത ഒരു അത്ഭുത വിദ്യ. ദുരൂഹമായ നിശബ്ദതയിൽ അദ്ദേഹം വീണ്ടും ലയിച്ചു. എൻ്റെ വാച്ചിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വാമി സ്വയം ഉണർന്നു. കേദാരനാഥ ബാബു കതകിനടുത്ത് എത്തിയെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. ആരോ ഗോവണി കയറി വരുന്ന ശബ്ദം ഞാൻ കേട്ടു. വിസ്മയത്തിൻ്റേതായ ഒന്നും മനസ്സിലാകായിക പെട്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ചിന്തകൾ കുഴങ്ങി മറിഞ്ഞു. ഒരു ദൂതൻ്റെ സഹായമില്ലാതെ എൻ്റെ അച്ഛൻ്റെ സ്നേഹിതനെ ഇവിടെ എങ്ങനെ വിളിച്ചു വരുത്താൻ സാധിക്കും? ഞാൻ ഇവിടെ എത്തിയ ശേഷം സ്വാമിജി എന്നോടല്ലാതെ മറ്റാരോടും സംസാരിച്ചുമില്ലല്ലോ. ഞാൻ ഉപചാരമൊന്നും കൂടാതെ ആ മുറി വിട്ട് ഗോവണിപ്പടികൾ ഇറങ്ങി പകുതി വഴിയായപ്പോൾ അദ്ദേഹം അധികം പൊക്കവും വണ്ണവും ഇല്ലാത്ത വെളുത്ത ഒരാളെ കണ്ടു. അദ്ദേഹം ധൃതിയിലാണെന്ന് തോന്നി. കേദാരനാഥ് ബാബു ആണോ അങ്ങ്? എൻ്റെ വാക്കുകളിൽ ഉദ്വേഗം കലർന്നിരുന്നു. അതെ, എന്നെ കാണാൻ കാത്തിരിക്കുന്ന ഭഗവതിയുടെ മകനല്ലേ നീ? സൗഹാർദ്ദത്തോടെ അദ്ദേഹം മന്ദഹസിച്ചു. സർ, അങ്ങ് എങ്ങനെ ഇവിടെ എത്താൻ ഇടയായി? അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ സാന്നിധ്യത്തിൽ എനിക്ക് അമ്പരപ്പിൻ്റെ അമർഷം തോന്നി. ഇന്നത്തെ ദിവസം എല്ലാ അത്ഭുതങ്ങൾ തന്നെ. ഏതാണ്ട് 1 മണിക്കൂറിന് മുമ്പ് ഞാൻ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞ ഉടനെ സ്വാമി പ്രണവാനന്ദ എൻ്റെ അടുത്തെത്തി. ഞാൻ അപ്പോൾ അവിടെയുണ്ടെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി എന്നറിയില്ല. ഭഗവതിയുടെ മകൻ നിങ്ങളെ കാത്ത് എൻ്റെ മുറിയിൽ ഇരിക്കുന്നു. എൻ്റെ കൂടെ വരുമോ? ഞാൻ സന്തോഷം സമ്മതിച്ചു. ഞങ്ങൾ കൈപിടിച്ച് മുൻപോട്ട് നീങ്ങിയപ്പോൾ മെതിയടിയിട്ടിരുന്ന സ്വാമി, വിചിത്രമെന്ന് പറയട്ടെ, നടത്തത്തിനുള്ള പാദരക്ഷ ധരിച്ചിരുന്ന എന്നെ പിന്നിലാക്കി. എൻ്റെ വീട്ടിലെത്താൻ നിങ്ങൾ എത്ര സമയമെടുക്കും? ഇത് ചോദിക്കാൻ പ്രണവാനന്ദജി പെട്ടെന്ന് നിന്നു. ഏകദേശം 1/2 മണിക്കൂർ. എനിക്കിപ്പോൾ മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. അദ്ദേഹം അർത്ഥഗർഭമായി എന്നെ നോക്കി. എനിക്ക് താങ്കളെ വിട്ടു പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് കാണാം. അവിടെ ഭഗവതിയുടെ മകനും ഞാനും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് എതിർക്കാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം അതിവേഗത്തിൽ എന്നെ കടന്ന ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. കഴിയും വേഗം ഞാൻ നടന്ന് ഇവിടെ എത്തി. ഈ വിശദീകരണം എൻ്റെ അമ്പരപ്പ് വർദ്ധിപ്പിച്ചതേയുള്ളൂ. സ്വാമിയെ എത്ര കാലമായി അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചു. കഴിഞ്ഞ വർഷം ഏതാനും പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടു. പക്ഷേ അടുത്തിടെയായിട്ട് കാണാറില്ല. സ്നാനഘട്ടത്തിൽ വെച്ച് ഇന്ന് അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമായി. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സ്വബോധം നഷ്ടപ്പെടുകയാണോ? അങ്ങ് അദ്ദേഹത്തെ സാങ്കല്പിക ദർശനത്തിൽ കണ്ടതാണോ? അതോ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ കൈകൾ തൊടുകയും കാൽപ്പെരുമാറ്റം കേൾക്കുകയും ചെയ്തോ? നീ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കോപത്താൽ തുടുത്തു. ഞാൻ നിന്നോട് കള്ളം പറയുകയില്ല. നീ ഇവിടെ എന്നെ കാത്തിരിക്കുന്നുവെന്ന് സ്വാമിയിലൂടെ അല്ലാതെ ഞാനെങ്ങനെ അറിയും? നോക്കൂ, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഞാനിവിടെ വന്നെത്തിയ ശേഷം സ്വാമി പ്രണവാനന്ദൻ എൻ്റെ കൺമുൻപിൽ നിന്ന് ഒരു നിമിഷം പോലും മാറിയിട്ടില്ല. മുഴുവൻ കഥയും പറഞ്ഞൊപ്പിച്ചിട്ട് ഞാനും സ്വാമിയും തമ്മിലുണ്ടായ സംഭാഷണം ഞാൻ ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. നാം ഈ ഭൗതിക യുഗത്തിൽ തന്നെ ജീവിക്കുകയാണോ അതോ സ്വപ്നം കാണുകയാണോ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവ്യാത്ഭുതത്തിന് സാക്ഷിയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ സ്വാമി വെറുമൊരു സാധാരണ മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊരു ശരീരം ആവിർഭവിപ്പിക്കാനും അതിലൂടെ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞങ്ങൾ ഒന്നിച്ച് ആ പുണ്യപുരുഷൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഇരിപ്പിടത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പാതുകങ്ങളിലേക്ക് കേദാരനാഥ് ബാബു വിരൽ ചൂണ്ടി. നോക്കൂ, അതേ പാതുകങ്ങൾ തന്നെയാണ് അദ്ദേഹം സ്നാനഘട്ടത്തിൽ ധരിച്ചിരുന്നത്. അദ്ദേഹം മന്ത്രിച്ചു. ഈ കാണുന്നത് പോലെയുള്ള ഒരു ഒറ്റമുണ്ട് മാത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നതും. സന്ദർശകൻ അദ്ദേഹത്തെ പ്രണമിച്ചപ്പോൾ ആ യതീന്ദ്രൻ എൻ്റെ നേരെ ചോദ്യരൂപേണ ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു. നീ എന്താണ് ഇതിലൊക്കെ ഇത്ര അന്താളിക്കുന്നത്? ഇന്ദ്രിയഗോചരമായ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ ഐക്യം യഥാർത്ഥ യോഗികളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല. വിദൂരമായ കൊൽക്കത്തയിലെ ശിഷ്യന്മാരെ ഞാൻ തൽക്ഷണം കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. സ്ഥൂല പ്രകൃതിയുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇച്ഛാശക്തി കൊണ്ട് തരണം ചെയ്യുവാൻ അവർക്കും അതുപോലെ സാധിക്കും. എൻ്റെ കുരുന്ന മനസ്സിൽ ആത്മീയ മാർഗത്തിൽ ഔത്സുക്യം ഇളക്കിവിടുന്നതിനായിരിക്കണം സൂക്ഷ്മതലത്തിലെ തൻ്റെ റേഡിയോ ടെലിവിഷൻ ശക്തി വൈഭവങ്ങളെപ്പറ്റി പറയാൻ
സ്വാമി കനിഞ്ഞത്. പക്ഷേ സന്തോഷകരമായ താൽപ്പര്യത്തിന് പകരം അത്ഭുതാദരങ്ങൾ നിറഞ്ഞ ഭയം മാത്രമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ശ്രീ യുക്തേശ്വരൻ എന്ന പ്രത്യേക ഗുരുനാഥനിലൂടെ ഈശ്വരാന്വേഷണം നടത്താൻ എൻ്റെ ഭാഗധേയം ഇരിക്കെ പ്രണവാനന്ദനെ ഗുരുവായി സ്വീകരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. എൻ്റെ മുന്നിലുള്ളത് അദ്ദേഹം തന്നെയാണോ അതോ പ്രതിരൂപമാണോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കി. ആത്മാവിനെ ഉണർത്തുന്ന ഒരു കടാക്ഷം കൊണ്ടും തൻ്റെ ഗുരുവിനെ പറ്റിയുള്ള പ്രചോദനാത്മകമായ ചില വാക്കുകൾ കൊണ്ടും അദ്ദേഹം എൻ്റെ അസ്വസ്ഥത അകറ്റാൻ ശ്രമിച്ചു. ലാഹിരി മഹാശയനായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ യോഗി. ദിവ്യത്വം ഉടലാർന്നതായിരുന്നു അദ്ദേഹം. ഒരു ശിഷ്യനെ തൻ്റെ ഇച്ഛാനുസരണം മറ്റൊരു ശരീരം ആവിർഭവിപ്പിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആചാര്യന് എന്തെങ്കിലും അത്ഭുതങ്ങൾ അസാധ്യമാണോ എന്ന് ഞാൻ ആലോചിച്ചു. ഗുരുവിൻ്റെ സഹായം എത്ര അമൂല്യമാണെന്ന് ഞാൻ പറയാം. മറ്റൊരു ശിഷ്യനുമൊത്ത് രാത്രി തോറും 8 മണിക്കൂർ നേരം ഞാൻ ധ്യാനനിരതനായി ഇരിക്കാറുണ്ടായിരുന്നു. പകൽ ഞങ്ങൾക്ക് റെയിൽവേ ഓഫീസിൽ ജോലി ചെയ്യണമായിരുന്നു. എൻ്റെ ക്ലർക്ക് ജോലി തുടർന്നു കൊണ്ടുപോകാൻ പ്രയാസം തോന്നിയ ഞാൻ മുഴുവൻ സമയവും ഈശ്വരനായി സമർപ്പിക്കുവാൻ ആഗ്രഹിച്ചു. രാത്രിയുടെ പകുതിയും ധ്യാനിച്ചുകൊണ്ട് 8 കൊല്ലം ഞാൻ കഠിന യജ്ഞം തുടർന്നു. എനിക്ക് അത്ഭുതകരമായ ഫലങ്ങളാണ് ലഭിച്ചത്. ശക്തമായ ആത്മീയ ദർശനങ്ങൾ എൻ്റെ മനസ്സിനെ പ്രബുദ്ധമാക്കി. പക്ഷേ പരബ്രഹ്മത്തിനും എനിക്കും മധ്യേ ഒരു നേരിയ മറ എന്നിട്ടും നിലനിന്നു. അമാനുഷികമായ ആത്മാർത്ഥത ഉണ്ടായിരുന്നിട്ടും ആത്യന്തികവും അവിഛിന്നവുമായ ഈശ്വര സംയോഗം എനിക്ക് നിരസിക്കപ്പെട്ടിരുന്നതായി ഞാൻ കണ്ടു. ഒരു സായാഹ്നത്തിൽ ഞാൻ ലാഹിരി മഹാശയനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പാവനമായ ശുപാർശയ്ക്ക് വേണ്ടി യാചിച്ചു. എൻ്റെ ആവലാതികൾ രാത്രി മുഴുവൻ തുടർന്നു. ഗുരുദേവ, ആ പ്രേമഭാചനത്തെ നേരിട്ട് കാണാതെ ജീവിക്കാൻ വയ്യാത്തവണ്ണം അത്ര അടക്കാനാവാത്തതാണ് എൻ്റെ ആത്മീയ പീഡനം. ഈശ്വരൻ തന്നെയായ ഗുരുദേവ, ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഈശ്വരൻ ഭൗതിക ശരീരത്തിൽ ആവിർഭവിച്ചതായാണ് ഞാൻ അങ്ങയെ കാണുന്നത്. അങ്ങയുടെ അനന്തരൂപത്തിൽ അങ്ങയെ കാണാൻ എന്നെ അനുഗ്രഹിച്ചാലും. ലാഹിരി മഹാശയൻ അദ്ദേഹത്തിൻ്റെ കൈകൾ ദയാവായ്പിൻ്റെ ആംഗ്യത്തോടെ നീട്ടി. നീ ഇപ്പോൾ പോയി ധ്യാനനിരതനാകൂ. ഞാൻ ബ്രഹ്മാവിനോട് നിനക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. അളവില്ലാത്ത ഉത്കർഷബോധത്തോടെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അന്ന് രാത്രിയിൽ ധ്യാനത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ തീവ്രമായ ലക്ഷ്യം സഫലമായി. ഞാനിന്ന് നിരന്തരമായ ആത്മീയ പെൻഷൻ അനുഭവിക്കുന്നു. അന്നു മുതൽ പരമാനന്ദ സ്വരൂപിയായ ജഗത് സ്രഷ്ടാവ് ഏതെങ്കിലും മറയ്ക്ക് പിന്നിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചു നിന്നിട്ടില്ല. പ്രണവാനന്ദൻ്റെ മുഖത്ത് ഒരു ദിവ്യപ്രഭ വ്യാപിച്ചിരുന്നു. മറ്റൊരു ലോകത്തെ ശാന്തി എൻ്റെ ഹൃദയത്തിൽ കടന്നു. ഭയമെല്ലാം ഓടിയൊളിച്ചു. ആ പുണ്യാത്മാവ് മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ ലാഹിരി മഹാശയൻ്റെ അടുത്ത് മടങ്ങിയെത്തി അദ്ദേഹത്തിൻ്റെ നിസ്സീമമായ അനുഗ്രഹത്തിന് നന്ദി പറയാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു. ദിവ്യഗുരു, എനിക്കിനി ഓഫീസിൽ ജോലി ചെയ്യാൻ വയ്യ. എന്നെ സ്വതന്ത്രനാക്കൂ. ബ്രഹ്മം എന്നെ നിതാന്ത ലഹരിയിലാക്കുന്നു. നിന്റെ കമ്പനിയിൽ നിന്ന് ഒരു പെൻഷൻ അപേക്ഷിക്കൂ. ജോലിയിൽ നിന്ന് ഇത്ര നേരത്തെ വിരമിക്കുന്നതിന് ഞാൻ എന്ത് കാരണം കാണിക്കും? നിനക്ക് തോന്നുന്നത് പറയൂ. അടുത്ത ദിവസം ഞാൻ അപേക്ഷ കൊടുത്തു. എൻ്റെ അകാലികമായ അപേക്ഷയുടെ സാഹചര്യങ്ങൾ ഡോക്ടർ അന്വേഷിച്ചു. ജോലി സമയത്ത് എൻ്റെ നട്ടെല്ലിനുള്ളിലൊരു അനുഭൂതി വിശേഷം എനിക്ക് പിടിച്ചു നിൽക്കാനാവാത്ത വണ്ണം ഉയരുന്നു. അതെൻ്റെ ശരീരം മുഴുവനും വ്യാപിച്ച് എന്നെ ജോലി ചെയ്യാൻ അപ്രാപ്തനാക്കുന്നു. കൂടുതലൊന്നും ചോദിക്കാതെ ആ ബിഷഗ്വരൻ എനിക്ക് പെൻഷൻ നൽകുവാൻ ശക്തമായി ശുപാർശ ചെയ്തു. അത് ഉടനെ തന്നെ ലഭിക്കുകയും ചെയ്തു. ലാഹിരി മഹാശയൻ്റെ ദൈവീകമായ ഇച്ഛാശക്തി ആ ഡോക്ടറിലും നിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരിലും കൂടി പ്രവർത്തിച്ചുവെന്ന് എനിക്കറിയാം. മഹാനായ ഗുരുവിൻ്റെ ആത്മീയ നിർദ്ദേശം അവർ സ്വമേധയാ അനുസരിക്കുകയും പ്രേമഭാചനമായ ഈശ്വരനുമായി നിതാന്ത സംയോഗത്തിൻ്റെ ഒരു ജീവിതത്തിന് എന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഈ അസാധാരണമായ വെളിപാടിനു ശേഷം സ്വാമി പ്രണവാനന്ദൻ തൻ്റെ സുദീർഘ നിശബ്ദതയിലാണ്ടു. ആദരപൂർവം പാദം തൊട്ട് ഞാൻ വിടവാങ്ങുമ്പോൾ എന്നെ അദ്ദേഹം അനുഗ്രഹിച്ച് ആശീർവദിച്ചു. നിന്റെ ജീവിതം സന്യാസത്തിനും യോഗവിദ്യയ്ക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ ഇനിയും ഒരിക്കൽ നിന്റെ അച്ഛനോടൊപ്പം നിന്നെ കാണും. കടന്നുപോയ വർഷങ്ങൾ ഈ 2 പ്രവചനങ്ങൾക്കും സാഫല്യമേകി. വളരുന്ന ഇരുട്ടിൽ കേദാരനാഥ ബാബു എൻ്റെ അരികിലായി നടന്നു.
അച്ഛൻ്റെ കത്ത് ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ സഹചാരി വായിച്ചു. അദ്ദേഹത്തിൻ്റെ റെയിൽവേ കമ്പനിയുടെ കൊൽക്കത്ത ഓഫീസിൽ ഞാനൊരു ജോലി സ്വീകരിക്കാൻ നിൻ്റെ അച്ഛൻ അഭിപ്രായപ്പെടുന്നു. സ്വാമി പ്രണവാനന്ദന് ലഭിക്കുന്ന 2 പെൻഷനിൽ ഒന്നെങ്കിലും ലഭിക്കാനുള്ള ഒരു സന്തോഷാവസരം. പക്ഷേ അത് അസാധ്യമാണ്. എനിക്ക് വാരണാസി വിടാൻ കഴിയുകയില്ല. കഷ്ടം. ഇനിയും എനിക്ക് 2 ശരീരങ്ങളാകാറായിട്ടില്ല.